ഇനി നമുക്ക് വണ്ടി ഏതാ അറിയാം. ഇവിടെ പോകുന്ന എല്ലാവർക്കും വണ്ടി ഏതാ മനസ്സിലായിട്ടുണ്ടാവും. മതി വണ്ടി ഏതാ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, ഓഗസ്റ്റ് 18. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നം പൂവണിയാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കാൻ പോകുന്ന ദിവസം കേട്ടോ. വേറെ ഒന്നല്ല, അറിയാലോ നമ്മുടെ വേൾഡ് ട്രിപ്പ്. അപ്പം അതിൻ്റെ ആദ്യഘട്ടമായ കേരള ടു യൂറോപ്പിൻ്റെ ബൈക്ക് ഡെലിവറി എടുക്കാൻ പോകുന്ന ദിവസമാണിത്. ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. നല്ല പനിയാണ്, സംസാരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, പിന്നെ എന്താ പറയുക, വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കഞ്ഞി മാത്രമേ കുടിക്കാറുള്ളൂ. അങ്ങനെ വല്ലാണ്ട് കഷ്ടപ്പാടായിരുന്നു വീടിൻ്റെ അകത്ത്. വേറെ ഒന്നുമല്ല, അത് ആ ഒരു ഫ്ലഡിൻ്റെ ടൈമിൽ ഒരു 4-5 ദിവസം വെള്ളത്തിനകത്ത് തന്നെയായിരുന്നു, മറ്റേ റെസ്ക്യൂ അങ്ങനെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് സംഭവിച്ചാട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന കണ്ണൂരേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ശരിക്കും ഈ ക്യാമറ ഹോൾഡ് ചെയ്യുമ്പം ഈ കൈ വേറെ വേദന എടുക്കുന്നത്, അച്ചാതി വേദന. ഇന്ന് നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, കാണിച്ചിടാം. നമസ്കാരം ബൈക്ക് സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ഷക്കീർ ഭായ്. അല്ല, ഞാനാണ് ടിൻസോ ബ്രോ. ടിൻസോ അറിയില്ലേ? ടിൻസോ ഒരു ഇൻട്രൊഡക്ഷനിലാണ് എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തന്നെ അറിഞ്ഞത്. സംഭവം വേറെ ഒന്നും കൂടല്ല. പിന്നെ ടിൻസോ ഇപ്പം മാനന്തവാടിയിൽ വന്നാണ് ഇവിടത്തേക്ക്. ഇതേത് അറിയാത്തവർക്ക് പരിചയപ്പെടുത്താം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ മോട്ടോ വ്ളോഗറാണ്. ബൈക്കിൽ യാത്ര ചെയ്തിട്ട് വ്ളോഗ് ചെയ്യുന്നതിൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ടിൻസോ ബ്രോ. നല്ല വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെത്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് മോറയിൽ വെച്ചിട്ടായിരുന്നു, എൻ്റെ ഒരു കേരള ടു സിംഗപ്പൂർ ഹിച്ചേക്ക് യാത്രയിലിടയിൽ. പിന്നെ അതിനെനിക്ക് മോറയിലേക്ക് എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ മൂപ്പരുടെ വണ്ടിയിലാണ്. ഞങ്ങൾ അതെ ഇംഫാലിൽ നിന്ന് മ്യാൻമർ ബോർഡറിലേക്ക് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോയത്. അന്നും എനിക്ക് നല്ല അസുഖമായിരുന്നു. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ട് ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് മൂപ്പരെ ഡബ് ചെയ്തത് അല്ലേ. ഇന്നും ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷം അതേ സമയത്ത് അതേ കണ്ടീഷനിൽ എൻ്റെ സൗണ്ടിലൊന്നുമില്ല, ഡബ് ചെയ്യാൻ ആളുകൊണ്ട് പേടിയില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇരിട്ടി ടൗണിലേക്ക് പോകുന്നത്. നമ്മുടെ ഇരിട്ടി മോട്ടോർ ക്ലബ്ബിലെ മെമ്പേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് അവരൊക്കെ പിക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കാനും ഇറക്കാനൊക്കെ വരുന്ന വ്യക്തി. പിന്നെ അപ്പം ഇവനോട് വരാൻ പറഞ്ഞു. കാരണം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഒരു കഫെന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. 3 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ. ഏതോ വണ്ടി എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ക്യൂരിയോസിറ്റി ഉണ്ട്. പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. പിന്നെ വേറെ കാര്യം, പരിപാടി അങ്ങനെ ഗംഭീരമായിട്ടൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ പരിപാടി വെച്ചത്. പക്ഷെങ്കിൽ അറിയാലോ, അങ്ങനെ ഒരു ഇഷ്യൂ നടന്നു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അങ്ങനെ ഈ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. ഇനിയും നീട്ടാൻ പറ്റില്ല, കാരണം 2 മാസം ടൈമേ ഉള്ളൂ. 2 മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. വണ്ടി ഡെലിവറി എടുത്ത് വണ്ടി ഇപ്പം ചൊവ്വാഴ്ച ബുധനാഴ്ച കസ്റ്റമൈസേഷന് അയക്കണം, വണ്ടി ടൂറിംഗ് മോഡ് ആക്കാൻ വേണ്ടിയിട്ട് അയക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം അധികം നീട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞായറാഴ്ചത്തേക്ക് ഞാൻ ഇന്നത്തേക്ക് ഡെലിവറി വെച്ചത്. വേറെ കാര്യം ഈ പറഞ്ഞ സെലിബ്രേഷൻ ഒന്നും ഇല്ല. പിന്നെ കുറച്ച് സപ്പോർട്ടേഴ്സ് കുറച്ച് പേരുണ്ടാവും, 10-30 പേരോളം ഉണ്ടാവും. ഇത്രയും ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ആ ഒരു പിന്നെ എന്താ പറയുക, പോയി നമുക്ക് വണ്ടി എടുത്ത് വണ്ടി ഞാൻ കാണിച്ചിടാം. ഈ എപ്പിസോഡ് വണ്ടിയും കാണിച്ചിടാം. അപ്പോൾ ഈ ക്യാപ്പും ടീഷർട്ടും കണ്ടിട്ട് ചിലർക്ക് ഒരു സംശയമുണ്ട്, ഇത് എവിടെ കിട്ടിയതല്ലേ. എനിക്കിത് TVS ആണ് കേട്ടോ. ഇത് TVSന്റെ എന്താ പറയുക, റേസിംഗ് ഒഫീഷ്യൽസിന്റെ ക്യാപ്പാണ് കേട്ടോ. ഞാനന്ന് ബാംഗ്ലൂർ പോയില്ലായിരുന്നു, അതിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും വീഡിയോ ചെയ്തില്ലായിരുന്നു, അങ്ങനെ അവിടെ നിന്ന് ഇട്ടതാണ്. പിന്നെ ഒഫീഷ്യൽസിൻ്റെ ടീഷർട്ടും, കാരണം ഞാനിപ്പം അവരുടെ ഒഫീഷ്യൽ റൈഡറാണ്. ഈ ഒരു ട്രിപ്പിന് TVS എനിക്ക് വലിയൊരു സ്പോൺഷിപ്പ് ചെയ്യുന്നത്. അവരുടെ ഒഫീഷ്യൽ റൈഡറായിട്ടാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ നല്ല കാര്യമാണ്. അതൊക്കെ ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇവൻ്റെ ബർത്ത്ഡേ കേട്ടോ, ഓഗസ്റ്റ് 18 മാതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ. ഞാനിവിടെ എത്തി. 30 പേരുന്നില്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം ഒരാളെ പരിചയപ്പെടുത്തരാം, വിശാൽ ബ്രോ. ഹായ്. സൗണ്ടിലൊക്കെയാണ് അധികം സംസാരിക്കാത്തത്. വിശാൽ ബ്രോ, അതുപോലെ നമ്മുടെ യജ്ഞേഷ് ബ്രോ മലയാളിയല്ല, മംഗലാപുരക്കാരനാണ്. പക്ഷേങ്കിൽ നമ്മളെ മലയാളി ചങ്ക് ബ്രോ തന്നെയാണ്. ഒരാളും കൂടെ ജെസ്സിയിലാണ്. ഇവരാണ് ശരിക്കും നമ്മുടെ ഫെയർ ഫെസ്റ്റിൻ്റെ ഓണേഴ്സ് കേട്ടോ. ഫെയർ ഫെസ്റ്റ് ആണ് എനിക്ക് ബൈക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കാരണം അറിയാലോ, 2 സ്പോൺസേഴ്സ് എനിക്ക് വന്നിരുന്നു. പക്ഷേങ്കിൽ മലയാളത്തിലുള്ള വീഡിയോ പാടില്ല, ഇംഗ്ലീഷിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അകത്തും തന്നെയാണ് എനിക്ക് സ്പോൺസർ കിട്ടിയുള്ളത്. വിശാൽ നമ്മുടെ തളിപ്പറമ്പ് സ്വദേശിയാണ്. താങ്ക്സ് ബ്രോ. ഒരുപാട് നമ്മുടെ സപ്പോർട്ടേഴ്സ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞു. അപ്പോൾ വണ്ടി ഇവിടെ കേട്ടോ, വണ്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം എടുക്കാം, സംസാരിക്കാനൊന്നും കഴിയില്ല. വേഗം എടുത്തങ്ങ് തീർക്കാം. ചാവി എന്താ പറയുക, കൈമാറുന്നൊരു പരിപാടിയാണ്.
ഏതാ പറഞ്ഞ പോലെ നമ്മളെ വിശാൽ ബ്രോയാണ് തരുന്നത്, അറിയാലോ, ഇവരാണ് എനിക്കത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ രണ്ടുപേരോടും ജസീലോടും, ജസീൽ വീഡിയോ കാണാനേ ഉണ്ടാവും, പരിപാടിക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഞാൻ ജസീലോട് ചോദിച്ചെന്നല്ല, ഇവരോട് ഞാൻ പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്, വണ്ടി സ്പോൺഷിപ്പിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഏത് വണ്ടി വേണമെങ്കിലും എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് TVS ചൂസ് ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തൽക്കാലം ഈ ഒരു പരിപാടി കഴിയട്ടെ കേട്ടോ. കയ്യടിക്കടാ. ഫോട്ടോ ചെറുക്കണേ, എല്ലാവരും ഇൻസ്റ്റയിൽ ചേരുതാ കേട്ടോ. All the best. All the best, bro. All the best. Thanks. ഇനി നമുക്ക് വണ്ടിയാന്ന് അറിയാം, ഇവിടെ വന്ന എല്ലാവർക്കും വണ്ടിയാന്ന് മനസ്സിലായിട്ടുണ്ടാവും. മതി വണ്ടി ഏതാ? തുറക്കേ, ഓപ്പണാക്കേ. ഇതാണ് ഞാൻ എൻ്റെ റൈഡിന് യൂസ് ചെയ്യുന്ന വണ്ടി. ഒരുപാട് കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നുള്ളത്, അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. TVSൻ്റെ അപ്പാച്ചി RTR 200 4V. ഓക്കെ, എന്ത് തോന്നി ഞങ്ങൾക്ക് വണ്ടി കണ്ടിട്ട്? എന്ത് തോന്നി? എന്തായാലും എന്താ പറയുക, ഏത് വണ്ടി എടുക്കുമ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വണ്ടി എടുത്തപ്പോഴും നെഗറ്റീവ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നെഗറ്റീവ് പറഞ്ഞവർക്കെല്ലാം കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, നമ്മൾ പോസിറ്റീവായി കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇൻഷാല്ലാ കാണിച്ചു കൊടുക്കാം അല്ല, അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ പറയാ, നിങ്ങൾക്കെല്ലാം പറയാണ്ടോ? കാരണം എനിക്ക് എന്നാലും സൗണ്ടില്ല, ഒന്നും പറയാനല്ല. നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ ബ്രോ. ആടാ ഒന്നും പറയാണ്ടോ? പറയടാ. ഒരുപാട് ഇൻസ്പിറേഷൻ തന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞ ഷാക്കിർ. താങ്ക്സാ, നമ്മളെ ആട്ടുകാരല്ലേ, അതുകൊണ്ടാണ്. ബ്രോ കാലിക്കറ്റ് കേട്ടോ, നമ്മൾ കഴിഞ്ഞ പരിപാടിക്ക് വന്നതാണ്. നമ്മൾ ആങ്കർ ചെയ്ത ആളാണ്. പിന്നെ എനിക്ക് ചാനലുണ്ട് റിസപ്ഷനി, നമ്മളെ മുദ്ര ചങ്കാണ്. ഓക്കെ ബ്രോ, ഉയരങ്ങളിൽ മാത്രം TVSന്റെ ഇവിടുത്തെ ജീവമാണ്. അത് പരിചയപ്പെടുത്തിക്കോളൂ. ഷാക്കിർ, താങ്ക്സ് ഫോർ ഷാക്കിർ ചൂസിങ് TVS. ഓക്കെ, വളരെ നല്ലൊരു സംരംഭമാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യു. ഓക്കെ, താങ്ക് യു ഷാക്കിർ. താങ്ക്സ് ലോട്ട്. അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞു, നമുക്കിനി ഇവിടുന്ന് വണ്ടി എടുക്കണം, നല്ല പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. വാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവിധ ആശംസകളും എല്ലാവരും നേരുന്നു. എല്ലാവരും ബൈ ബ്രോ, ബൈ. എല്ലാം പറഞ്ഞാൽ നമുക്ക് വിളിക്കാം. മനസ്സിലായി. ഒന്ന് രണ്ട് വാക്ക് പറയാ. ഇല്ല പറയണ്ടേ?
ഇവൻ്റെ നല്ല ചാനലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാണെങ്കിൽ വെറുതെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്തായാലും സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ഭാവി പറയാൻ പറ്റും എന്നെക്കാളും ഡബിളും ട്രിപ്പിളും ആവും ഭാവിയിൽ. കുറച്ച് ലേറ്റ് ആയിപ്പോയി. കഴിഞ്ഞിട്ടാ പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ താങ്ക്സ് ബ്രോ. വന്നിൽ ഒരുപാട് വന്നു. ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ ഒറ്റ പേര് അവനോട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഹായ് ബ്രോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബൈക്ക് ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. കാരണം നല്ല മഴയാണ് പുറത്ത്. ഈ പനിയിൽ മഴയത്ത് റൈഡ് ചെയ്താൽ ശരിയാവില്ല. മറ്റന്നാളെ എനിക്ക് ബാംഗ്ലൂർ കൊണ്ടുവരാം. അപ്പം സംഭവം ഞാൻ പറഞ്ഞ പോലെ ബൈക്ക് എനിക്ക് സ്പോൺസർ ചെയ്ത് ഫെയർ ഫെസ്റ്റ് ആട്ടോ. അവരോട് ഒരിക്കലും തീരാത്ത കടപ്പാടാണ് ഫെയർ ഫെസ്റ്റിനോട്. ഫെയർ ഫെസ്റ്റ് അറിയാലോ, അത് ഫ്ലൈറ്റ് ബുക്കിംഗ് ആപ്പാണ്. നമ്മുടെ കണ്ണൂരിലെ പിന്നെ വിശാലിലൊക്കെ ഇതിൽ വരുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഫ്ലൈറ്റും അതുപോലെ ട്രെയിനും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെയർ ഫെസ്റ്റിന് ആ ഒരു ആപ്പ് യൂസ് ചെയ്ത് കേട്ടോ. പിന്നെ വേറെ കാര്യം, പിന്നെ എന്താ പറയുക, നമുക്ക് വേറെ സ്പോൺസേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ മെട്രോ ട്രാവൽസ്. ഓർമ്മയില്ല എനിക്ക് ക്യാമറ ഗിഫ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഷിയാസ്ക മെട്രോ ട്രാവൽസിൻ്റെ ഉടമ. ഷിയാസ്ക ഇത്തവണ എൻ്റെ ട്രാവൽ പാർട്ണറാണ്. എൻ്റെ എല്ലാ വിസയുടെ എക്സ്പെൻസും അതുപോലെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാ എക്സ്പെൻസും ഷിയാസ്കയാണ് എടുക്കുന്നത്. അദ്ദേഹം ട്രാവൽ പാർട്ണറായിട്ട് നമ്മുടെ കൂടെ ഈ ഒരു കേരള ടു യൂറോപ്പ് ട്രിപ്പിലുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ TVSൻ്റെ പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ കൺട്രീസും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് കാറിനെടുത്ത പാസേജ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പം അതൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ TVS ആണ്. TVSന് ഒരുപാട് നന്ദി. നല്ല എക്സ്പെൻസ് കേട്ടോ, നല്ല ചിലവുണ്ട്. ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മുകളിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഓരോ കൺട്രിയുടെ ഇൻഷുറൻസ് സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കണം. അതും TVS ആണ് ചെയ്തു തരുന്നത്. രണ്ടാമത് വണ്ടി കസ്റ്റമൈസേഷൻ. വണ്ടി ഇപ്പം ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂർ കൊണ്ടപ്പോൾ അവിടുന്ന് അത് കസ്റ്റമൈസേഷൻ ചെയ്യും. അതും TVS ആണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ റൈഡിങ് ഗിയേഴ്സ് ഉണ്ട്, എനിക്ക് ജാക്കറ്റൊക്കെ അത് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് വേറൊരു സ്പോൺസറിങ് കൂടെ നോക്കുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇവരെ അത് ഡ്രോപ്പ് ചെയ്യും. കാരണം എല്ലാം അവരുടെ തന്നെ ആവുമ്പോൾ അവരുടെ റൈഡ് ലയിപ്പിക്കും അല്ലേ. പിന്നെ വേറെ എന്താ പറയുക, വീട്ടിലേക്കാണ് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു 30 പേരെയാണൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വരില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ അതുപോലെ ഈ ഒരു ഫ്ലഡിൻ്റെ ഇതും അപ്പം പക്ഷേ എന്നാലും നമുക്കൊരു 60-70 അല്ല 70 ഉണ്ടല്ലോ, 70-ന് മേലെ 100-നടുത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ എന്തായാലും നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം. ഓരോ ആൾക്കാരെയും ആ തിരക്കിനിടയിൽ ചിലപ്പോൾ പലപ്പോഴും പലരെയും വിട്ടുവരും. മലപ്പുറത്ത് നിന്നൊക്കെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇർഫാൻ നന്ദി കേട്ടോ, ഒരുപാട് നന്ദി. ഇത്ര ദൂരത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ ജില്ലയിൽ പുറത്തുനിന്നും കാണാൻ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. അവർക്കൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. മഴയത്ത് എനിക്ക് വേണ്ടി വണ്ടി റൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വൈശാഖ് നമ്മുടെ അയൽവാസിയാണ്. നമ്മുടെ ക്ലബിന്റെ മെമ്പേഴ്സും കൂടിയാണ്. ഓക്കെടാ, നീ മെല്ലെ പുറകിൽ വന്നിടാ, നീ മുമ്പ് കയറി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണ്ടേ. അത് എന്തായാലും ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യണം ഞാൻ വിചാരിച്ചാണ്. കാരണം ഞാൻ എൻ്റെ ജാക്കറ്റ് അവന് കൊടുത്തിട്ടു. അതാണ് ജാക്കറ്റ് കാണാതിരുന്നത്, പാവം തന്നെയല്ലേ. പിന്നെ വേറെ കാര്യം, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള ടു യൂറോപ്പ് ആണോ കേരള ടു വേൾഡ് ആണോ എന്നുള്ളത്. അതിൻ്റെ ഉത്തരം കേരള ടു വേൾഡ് ആണ്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷെങ്കിൽ അതൊന്നും നമ്മൾ ഇപ്പോഴേ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഭൂഖണ്ഡത്തിലേക്ക് മാത്രം. ഇപ്പം കേരള ടു യൂറോപ്പാണ്. അത് പിന്നെ പലരും വളരെ തെറി രൂപത്തിലൊക്കെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സംഭവം കൺഫ്യൂഷൻ ആയിട്ടാണ്. അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒമാൻ ടു യൂറോപ്പ് കിട്ടാൻ പോലെ എന്തിനാ കേരള ടു യൂറോപ്പ് എന്നുള്ളത്. കാരണം എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ണൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കേരളത്തിൽ നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടുന്ന് മുംബൈ വരെ റൈഡ് ചെയ്തിട്ട് മുംബൈയിൽ നിന്നും ഒമാനിലേക്ക് ഷിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷെങ്കിൽ തിരിച്ചു വരുമ്പം തീർച്ചയായിട്ടും സിംഗപ്പൂർ വഴി റോഡ് മാർഗം തന്നെയാണ് തിരിച്ചു വരാൻ പ്ലാൻ. അതല്ലെങ്കിൽ എനിക്ക് പോകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ സിംഗപ്പൂർ വരെ പോയിട്ട് അവിടുന്ന് ഷിപ്പ് ചെയ്യാം. പക്ഷെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഷിപ്പ് ചെയ്ത് വന്നിട്ട് വരേണ്ടി വരും. പക്ഷെ അതൊരു ഗുമ്മുണ്ടാവില്ല. നമ്മൾ ഇത്ര 1-2 കൊല്ലം കഷ്ടപ്പെട്ട് ഇത്രയും കൺട്രി കവർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ രാജാവായിട്ട് വരണ്ടേ. അതുകൊണ്ട് ഒരു പ്ലാൻ കേട്ടോ. പിന്നെ വേറെ നമുക്ക് പാകിസ്ഥാൻ വഴിയൊന്നും പോകാൻ കഴിയില്ല. പിന്നെ ചൈന വഴി പോകാനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്.
പിന്നെ വേറെ കാര്യം GCC എന്തായാലും എനിക്ക് പോകണമെന്നുണ്ട്. സൗദിയും UAEയും ഒമാനും എന്തായാലും എനിക്ക് പോകണമെന്നുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് GCC തുടങ്ങുന്നത്. നമ്മൾ പ്രവാസികളാണ് ശരിക്കും എൻ്റെയൊക്കെ ചാനൽ വളർച്ചയ്ക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത്. എൻ്റെ മാത്രമല്ല ഒരുവിധം എല്ലാവരുടെയും നമ്മളൊക്കെ ചാനൽ വ്യൂവേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ GCC കണ്ടുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പം അവർക്കടിയിൽ നിന്നുണ്ടെങ്കിൽ തുടങ്ങാൻ വെച്ചു. വേറൊന്നും പറയല്ല, എനിക്ക് വീട്ടിൽ പോകണം. ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ മൂടി ഇങ്ങനെ കിടക്കണം, കാരണം നല്ല പനി വരുന്നുണ്ട്. നാളെ വീഡിയോ ഉണ്ടാവില്ല, പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവും. ഞാൻ വണ്ടി എന്തുകൊണ്ടാണ് ഞാൻ TVS എടുത്തത് എന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോ ഞാൻ പറയുന്നുണ്ടാവും. അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം വേറൊന്നുമില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ റൈഡിൻ്റെ വീഡിയോസ് ഉടനെ വരും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ തരിക. വണ്ടി അപ്പാച്ചേനെ പറ്റി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എനിക്കൊരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.